Good afternoon, my dears. Say good afternoon. Say, everybody, please say good afternoon. Yes, very good. Okay, so do you know me? Do you know who I am? Have you ever seen me? No. Okay, let me introduce myself. I am Jubina and I'll be teaching you English this year. What subject? English. Yes. Do you love English? Do you love English? Yes, of course. I know that you love the subject English. Okay, so I'm happy that I can teach you English. So, students, you know that you are now in which standard? In which standard you are all studying? Which standard? Tell me. First standard. No, you are not in first standard. In which standard? You are in second standard. Yes, you are in second standard. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിൽ അല്ലേ? ഒന്നാം ക്ലാസ് കഴിഞ്ഞോ നമ്മളിപ്പോൾ എത്രാം ക്ലാസ്സിലോട്ട് വന്നു? രണ്ടാം ക്ലാസ്സിലോട്ട് വന്നു. സന്തോഷമല്ലേ എല്ലാവർക്കും? രണ്ടാം ക്ലാസ്സിലെത്തി, കുറച്ചുകൂടെ വലുതായി. സന്തോഷമല്ലേ? ഓക്കെ, സന്തോഷമാണ്. മിസ്സിനും സന്തോഷമാണ്. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങളെപ്പോലത്തെ നല്ല കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സം ഓഫ് യു മേ നോ മീ. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം. കണ്ടിട്ടില്ല, പക്ഷെ മിസ്സിൻ്റെ പേരറിയാം അല്ലേ? എങ്ങനെ അറിയാം? ഇതിൽ കുറച്ച് പേരുടെ മെൻറ്ററാണ് ഞാൻ അല്ലേ? മെൻറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ച് പേരെ എനിക്കറിയാം. ലിയാന, അമീൻ, അങ്ങനെ കുറച്ച് പേര്. രണ്ടാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ എനിക്കറിയാം. ബാക്കിയുള്ളവരെ എനിക്ക് എന്ത് ചെയ്യണം? പരിചയപ്പെടണം, നിങ്ങളുടെ പേരറിയണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അറിയണം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണം. അങ്ങനെ എല്ലാം അറിഞ്ഞ് എല്ലാം സംസാരിച്ച് നമുക്ക് അങ്ങനെ പതുക്കെ മുന്നോട്ട് പോകാം അല്ലേ? അല്ലേ മക്കളെ? യെസ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ ക്ലാസ് വല്ലതും അറ്റൻഡ് ചെയ്തു? നമ്മൾ സ്കൂളിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. എന്താ കാര്യം? സ്കൂളിൽ വരാഞ്ഞേ എന്താ? കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ എന്താ നിങ്ങളാരും സ്കൂളിൽ വരാഞ്ഞേ? എന്ത് കാരണമാണ് വരാഞ്ഞത്? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. അത് തന്നെ. യെസ്, വെരി ഗുഡ്. എന്ത് കാരണം നമ്മൾ വരാഞ്ഞത്? കൊറോണ ആയിരുന്നല്ലേ? കൊറോണ എന്നൊരു വൈറസ് വന്നതുകൊണ്ട് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്കൂളിൽ വരാൻ പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ല, നമ്മുടെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയില്ല അല്ലേ? നമ്മുടെ സ്കൂള് കാണാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും എന്താ കാര്യം? ഈ കൊറോണ തന്നെയാണല്ലേ? ലോക്ക്ഡൗണും കാര്യങ്ങളും ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ടു ഗോ ഔട്ട്. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാമല്ലോ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കുഞ്ഞു മക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കും എന്ന് പറയാറില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് എന്ത് കാര്യം നമ്മൾ ദൈവത്തിനോട് നമ്മൾ ചോദിക്കുമ്പോഴും ദൈവം എന്ത് ചെയ്യും? നമുക്കത് പെട്ടെന്ന് തരും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ചോദിക്കുമ്പോൾ അത് തരും. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി മിസ് വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയിട്ടില്ലേ? കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നത്തെ വർഷങ്ങളിൽ LKG UKG പഠിച്ചപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ അന്ന് കുഞ്ഞല്ലേ, തീരെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ടീച്ചേഴ്സിന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഓർമ്മയുണ്ടോ? ഫസ്റ്റത്തെ ടീച്ചേഴ്സിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചില കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നിരിക്കും അല്ലേ? ഭയങ്കര കരച്ചിലായിരുന്നായിരിക്കും. പാരൻസ് നമ്മളെ കുറച്ച് നേരം ഇരുത്തിയിട്ട് അങ്ങോട്ട് മാറിയപ്പോൾ തന്നെ പുറകെ ഓടിയിട്ടുണ്ടാവാം. കുറച്ച് പേര് പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ പോവുക, അല്ലെങ്കിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ടതിൻ്റെ ഒരു ഇതിൽ പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയാണ്. മിസ്സിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ മിസ്സ് നല്ല കൊച്ചായിരുന്നു. ഇപ്പോഴും നല്ല കൊച്ചാണ് കേട്ടോ. അപ്പോൾ മിസ്സ് അങ്ങനെ കരഞ്ഞും ബഹളം വെച്ചൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടാക്കി. അപ്പോൾ മിസ്സിൻ്റെ വാപ്പയാണ് കൊണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ മിസ്സ് നല്ല കുട്ടിയായിട്ട് കരയാണ്ട് അവിടെ പോയിരുന്നു. ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ടിരുന്നു. സങ്കടം ഉണ്ടായിരുന്നു. അയ്യോ, വീട്ടിൽ പോയി ഉമ്മീനെ കാണാൻ പറ്റുന്നില്ല, വാപ്പാനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ നല്ല കുട്ടികൾ എന്ത് ചെയ്യും? അടങ്ങിയിരിക്കുമെന്ന് വിചാരിച്ച് മിസ്സ് അടങ്ങിയിരുന്നു. നിങ്ങൾ കരഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവാം എന്ന് വെച്ചിട്ട് നിങ്ങൾ ചീത്ത കുട്ടികളാണെന്നല്ല. ചില കുട്ടികൾക്ക് ഭയങ്കര വിഷമമായിരിക്കും.
സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ എത്ര കരഞ്ഞിട്ടുണ്ടെങ്കിലും കരഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ മക്കൾ പഠിച്ച് പഠിച്ച് എത്രാം ക്ലാസ്സിലെത്തി? 2ാം ക്ലാസ്സിൽ എത്തി. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പം മിസ്സ് എന്തൊക്കെ പറഞ്ഞു? മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മിസ്സിൻ്റെ പേര് പറഞ്ഞു, ഐ ആം ജുബിന ആൻഡ് ഐ ആം ഫ്രം ആലപ്പുഴ ആൻഡ് ഐ വിൽ ബി ടീച്ചിങ് യു ഇംഗ്ലീഷ്. ഇനി നിങ്ങളെയൊക്കെ എനിക്കറിയണം. നിങ്ങളുടെ പേരെന്താണ്? കുറച്ച് പേരെ മിസ്സിന് പേര് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അറിയണം. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അറിയണം മിസ്സിന്. അപ്പോൾ നമുക്ക് ഇനി നാളത്തെ വീഡിയോയിൽ ബാക്കി കാണാം അല്ലേ? നമുക്ക് സംസാരിക്കാം, കുറേ കളിക്കാം. പക്ഷേ നാളെ ഇപ്പോൾ പോകുന്നതിന് മുന്നേ മിസ് ഒരു കുഞ്ഞ് വർക്ക് തരട്ടെ. ഒരു ചെറിയ വർക്ക്. എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നറിയാം. കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നറിയാം. മിസ് ഇപ്പോൾ മെൻറ്ററിങ് ഗ്രൂപ്പിലാണെങ്കിലും വർക്ക് തരുമ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് ചെയ്തു തരുന്നത്. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നു നിങ്ങളെല്ലാവരും വർക്ക്സൊക്കെ പെട്ടെന്ന് അയക്കുന്നതെന്ന്. അപ്പോൾ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് മിസ് ഒരു കുഞ്ഞ് വർക്ക് തരാം. വർക്ക് ഇതാണ്. എന്താ ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾക്ക് അവിടെ കണ്ട കുറച്ച് വസ്തുക്കൾ ഉണ്ടാവും അല്ലേ? കുറച്ച് തിങ്സ് ഉണ്ടാവും, കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ കാണാത്ത കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും അല്ലേ? ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പേരെഴുതി വെക്കുക. അതെന്ത് ലാംഗ്വേജിലാണ് എഴുതുക? ഇംഗ്ലീഷിൽ. കാരണം എന്താ? മിസ് എന്ത് ലാംഗ്വേജാണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ആൻഡ് വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വർക്കായിട്ടൊന്നും കൂട്ടണ്ട. നിങ്ങളുടെ ഒരു കുഞ്ഞു കാര്യം. എന്താ മിസ് പറഞ്ഞേ? നിങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് നിങ്ങൾ പോയപ്പോൾ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ പോയത് ഓർമ്മയില്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ, വീട്ടിലില്ലാത്ത സ്കൂളിലുള്ള കാര്യങ്ങൾ കുറച്ചുണ്ടാവും. ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ എന്തുണ്ട്? ബോർഡ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിയൊന്നും മിസ് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളത് എഴുതണം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി അല്ലേ? വർക്കൊക്കെ കിട്ടി എല്ലാവർക്കും സന്തോഷമായില്ലേ? മിസ്സിന് എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, നമുക്കിനി കൂടുതൽ പരിചയപ്പെടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോഴത്തേക്കും ഇപ്പം നമുക്ക് എന്തായാലും ബൈ പറയാം. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു പറയണം. എല്ലാവരും താങ്ക് യു പറയണ്ടേ? മിസ് ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചില്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യുക? താങ്ക് യു പറയാം. നിങ്ങൾ നല്ല മക്കൾ. എല്ലാവരും താങ്ക് യു പറഞ്ഞേ. താങ്ക് യു മിസ് എന്ന് പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു എവ്രി വൺ. ടാറ്റാ.